Good morning students. Today we are discussing about section 64 of Kerala Cooperative Society Act. This section deals with scope of cooperative audit, powers of Director of Cooperative Audit and audit procedure. Section 64 ഏകദേശം 10 സബ്സെക്ഷൻ ആയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ സബ്സെക്ഷൻ 1 ഡീൽസ് വിത്ത് സ്കോപ്പ് ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. ഏതൊക്കെയാണ് കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്നുള്ള ടേമിൻ്റെ അണ്ടറിൽ വരുന്ന പെർവ്യൂവിൽ വരുന്നത് എന്നാണ് പറയുന്നത്. സബ്സെക്ഷൻ 1 പ്രൊവൈഡ്സ് ദാറ്റ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ഇൻക്ലൂഡ്സ് examination of overdue debts if any in the cooperative society, verification of cash balance and securities and valuation of assets and liability of the society. ഈ 3 കാര്യങ്ങളാണ് കോപ്പറേറ്റീവ് ഓഡിറ്റിൻ്റെ സ്കോപ്പിൽ വരുന്നത്. Then subsection 2 deals with powers of Director of Cooperative Audit or any person authorized by him. കോപ്പറേറ്റീവ് ഓഡിറ്ററിൻ്റെ ഡയറക്ടർക്ക് അല്ലെങ്കിൽ അദ്ദേഹം ഓതറൈസ് ചെയ്യുന്ന വ്യക്തിക്ക് എന്തൊക്കെ പവേഴ്സ് ഉണ്ടെന്ന് പറയുന്ന സബ്സെക്ഷനാണ് സബ്സെക്ഷൻ 2. എന്തൊക്കെയാണ് പവേഴ്സ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഹി ഷാൽ ഹാവ് ആക്സസ് ടു ഓൾ ദി ബുക്സ്, അക്കൗണ്ട്സ്, ഡോക്യുമെൻറ്റ്സ്, പേപ്പേഴ്സ്, റെക്കോർഡ്സ്, securities, cash and other properties belonging to or in the custody of the society. സൊസൈറ്റിയുടെ ഈ പറയുന്ന എല്ലാ പ്രോപ്പർട്ടിയിലേക്കും ഈ ഡയറക്ടർക്ക് അല്ലെങ്കിൽ അദ്ദേഹം ഓതറൈസ് ചെയ്യുന്ന വ്യക്തിക്ക് ആക്സസ് ഉണ്ടായിരിക്കും. Then he may summon any person in possession of or responsible for the custody of such books, documents, securities, cash or other properties to produce the same at the headquarters of the society or any branch thereof or at the office of the Director of Cooperative Audit. അദ്ദേഹത്തിന് ഏത് വ്യക്തിയെ വേണമെങ്കിലും ഈ പറയുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രോപ്പർട്ടിയൊക്കെ കൈവശം വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ അത് സേഫായിട്ട് കീപ്പ് ചെയ്യാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഏതൊരു വ്യക്തിയെ എപ്പോൾ വേണമെങ്കിലും വിളിക്കാനും അത് ഈ ഹെഡ് ക്വാർട്ടേഴ്സ്, സൊസൈറ്റിയുടെ ഹെഡ് ക്വാർട്ടേഴ്സിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ബ്രാഞ്ചിലോ അല്ലെങ്കിൽ ഡയറക്ടറുടെ ഓഫീസിലോ സബ്മിറ്റ് ചെയ്യാനും പ്രൊഡ്യൂസ് ചെയ്യാനും ആവശ്യപ്പെടാനുള്ള റൈറ്റ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കും. Such other right or powers as may be prescribed. ലോയിലും ആക്റ്റിലും റൂളിലും ഒക്കെ പറയുന്ന ബാക്കിയുള്ള പവേഴ്സും ഇതുമായി റിലേറ്റഡ് പവേഴ്സും അദ്ദേഹത്തിന് ഉണ്ടായിരിക്കും. ദെൻ സബ്സെക്ഷൻ 3. Subsection 3 provides that every person who is or has been an officer or employee of the society and every member or past member of the society who is in possession of any information and records with regards to the working of the society shall furnish such information to the director of any person authorized by him by the appointed by the government. എന്താണ് സബ്സെക്ഷൻ 3യിൽ പറയുന്നത്? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഒരു ഓഫീസർ അല്ലെങ്കിൽ ഒരു എംപ്ലോയി അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു പ്രസൻറ്റ് മെമ്പർ അല്ലെങ്കിൽ പാസ്റ്റ് മെമ്പർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വർക്കിങ്ങുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കൈവശമുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റെക്കോർഡ്സ് അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ടെങ്കിൽ കോപ്പറേറ്റീവ് ഡയറക്ടർക്കോ അല്ലെങ്കിൽ ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്യുന്ന ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സണോ അതെന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യണം എന്ന് പറയുന്ന സബ്സെക്ഷനാണ് സബ്സെക്ഷൻ 3. ദെൻ സബ്സെക്ഷൻ 4. Subsection 4 provides that the financial statement for the completion of the audit shall be prepared by the society within 3 months from the date of completion of the financial year and shall be reported to the Director of Cooperative Audit. അതായത് ഓഡിറ്റ് നടത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡയറക്ടർ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കോർപ്പറേറ്റീവ് ഫിനാൻഷ്യൽ ഇയർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3 മാസത്തിനുള്ളിൽ എല്ലാ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും ദാറ്റ് ഈസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഒക്കെ എന്ത് ചെയ്തിരിക്കണം, പ്രിപ്പയർ ചെയ്യണം. ആ പ്രിപ്പയർ ചെയ്ത് എല്ലാം റെഡി ആണെന്നുള്ള കാര്യം ആരെ ഇൻഫോം ചെയ്യണം, ഡയറക്ടറെ ഇൻഫോം ചെയ്യണം. അതാണ് സബ്സെക്ഷൻ 4. Subsection 5 provides that the audit shall be commenced within 1 month from the date of receipt of the report by the director and shall be completed within a period of 9 months. അതായത് ഈ ഒരു ഓഡിറ്റ് ഈ ഒരു ഡയറക്ടർക്ക് ഈ ഒരു റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത്
നമ്മളെല്ലാ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് ഓഡിറ്ററെ അറിയിക്കണമെന്ന് പറഞ്ഞു. ആ ഡയറക്ടർക്ക് ആ ഒരു റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ 1 മാസത്തിനുള്ളിൽ എന്ത് സ്റ്റാർട്ട് ചെയ്തിരിക്കണം, ഓഡിറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കണം. ദെൻ പിന്നെ വരുന്ന 9 മന്തിനുള്ളിൽ എന്ത് കംപ്ലീറ്റ് ചെയ്യണം, ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്യണം. അതിൻ്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റും എൻഡ് ഡേറ്റുമാണ് പറയുന്നത്. 1 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് കിട്ടി 1 മാസത്തിനുള്ളിൽ സ്റ്റാർട്ട് ചെയ്യണം, 9 മന്തിനുള്ളിൽ അത് എന്ത് ചെയ്തിരിക്കണം, കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ദെൻ സബ്സെക്ഷൻ 6 ആണ്. ഇറ്റ് പ്രൊവൈഡ്സ് ദാറ്റ് ദ എമൗണ്ട് ഓഫ് ഫീ ഫോർ ദ ഓഡിറ്റ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് ദ സൊസൈറ്റി for each year shall be fixed by the director in accordance with the rule. ഓരോ സൊസൈറ്റിയുടെയും ഓഡിറ്റ് ഫീ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ആ ഒരു ഓഡിറ്റ് ഫീ കാൽക്കുലേറ്റ് ചെയ്യുന്ന ബേസ് അനുസരിച്ചിട്ട് അതൊന്നില്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ബേസ് ആയിരിക്കാം, അല്ലെങ്കിൽ ടോട്ടൽ സെയിൽസിൻ്റെ ബേസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഗ്രോസ് ഇൻകം. നമ്മൾ പറഞ്ഞു ഓരോ സൊസൈറ്റിക്കും ഡിഫറെൻ്റ് ആയിട്ടാണ് ആ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡയറക്ടറാണ് ഓഡിറ്റ് ഫീ എന്ത് ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെൻ സബ്സെക്ഷൻ 7 ആണ് കാൽക്കുലേഷൻ ഓഫ് ഓഡിറ്റ് ഫീ. എങ്ങനെയാണ് ഓഡിറ്റ് ഫീ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്ന സബ്സെക്ഷനാണ് സബ്സെക്ഷൻ 7 എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞിരുന്നു എങ്ങനെയാണ് ഓഡിറ്റ് ഫീ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പെർ 50 പൈസ ഫോർ പെർ 100 റുപ്പി എന്നുള്ളതാണ് ഓഡിറ്റ് ഫീ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആ ഒരു ബേസിൽ നമ്മൾ ഓഡിറ്റ് ഫീ എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണം. അങ്ങനെ ഒരു 100 റുപ്പിക്ക് 50 പൈസ എന്നുള്ള രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യണം എന്ന് പറയുന്ന സബ്സെക്ഷനാണ് സബ്സെക്ഷൻ 7. ആൻഡ് ദ മാക്സിമം എമൗണ്ട് ഈസ് 10,000. മാക്സിമം എമൗണ്ട് ഓഫ് ഓഡിറ്റ് ഫീ ഷാൾ നോട്ട് എക്സീഡ് ₹10,000. ദെൻ സബ്സെക്ഷൻ 8. Subsection 8 provides that the procedure for the payment of audit fee. Audit fee should be paid within 1 month of the receipt of audit certificate. ഓഡിറ്റ് ഫീ കൊടുക്കേണ്ടത് എങ്ങനെയാണ്, ആ ഒരു പ്രൊസീജിയറിനെ കുറിച്ച് പറയുന്നതാണ് സബ്സെക്ഷൻ 8 എന്ന് പറയുന്നത്. ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടി 1 മാസത്തിനുള്ളിൽ ഓഡിറ്റ് ഫീ എന്ത് ചെയ്തിരിക്കണം, കൊടുത്തിരിക്കണം. ദെൻ subsection 9 provides that the result of audit disclose any minor defect in the working of the society. The director may bring such defect to the notice of the financing bank. അപ്പോൾ നമുക്കറിയാം ഓഡിറ്റ് കഴിഞ്ഞു ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ 1 മാസത്തിനുള്ളിൽ ഓഡിറ്റ് ഫീ അടയ്ക്കണമെന്ന് പറഞ്ഞു. ആ ഒരു ഓഡിറ്റ് സർട്ടിഫിക്കറ്റിൽ 2 രീതിയിലുള്ള ഡിഫക്റ്റ് ഉണ്ടാവും. ഒന്ന് മൈനർ ഡിഫക്റ്റ് ആയിരിക്കാം, ഒന്ന് മേജർ ഡിഫക്റ്റ് ആയിരിക്കാം. ആ ഒരു ഓഡിറ്റ് സർട്ടിഫിക്കറ്റിൽ മൈനർ ഡിഫക്റ്റേ ഉള്ളൂ എങ്കിൽ അത് ഫിനാൻസിങ് ബാങ്കിനെ അറിയിക്കണം. ഫിനാൻസിങ് ബാങ്കിനെ അറിയിച്ചു കഴിഞ്ഞാൽ ഫിനാൻസിങ് ബാങ്ക് ആ ഒരു ഡിഫക്റ്റ് ഓവർകം ചെയ്യാനുള്ള മെഷേഴ്സ് പറയും. അത് സൊസൈറ്റി എന്ത് ചെയ്യാൻ മതി, ചെയ്താൽ മതി. ഇനി സബ്സെക്ഷൻ 10 എന്താ പറയുന്നത് നോക്കൂ. ഇഫ് ദ ഓഡിറ്റ് ഡിസ്ക്ലോസ് എനി സീരിയസ് ഡിഫക്റ്റ് ദ ഡയറക്ടർ മേ കമ്മ്യൂണിക്കേറ്റ് ദ സെയിം ടു ദ രജിസ്ട്രാർ ഫോർ ഇമ്മീഡിയറ്റ് ഫർദർ ആക്ഷൻ. എന്തെങ്കിലും മേജറായിട്ടുള്ള ഡിഫക്റ്റാണ് പറയുന്നതെങ്കിൽ അത് ആരെ അറിയിക്കണം, രജിസ്ട്രാറെ അറിയിക്കണം. രജിസ്ട്രാർ അതിന് ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കണം. ഒന്നില്ലെങ്കിൽ ആ ഒരു മാനേജിങ് കമ്മിറ്റിയെ സൂപ്പർസെഡ് ചെയ്തുകൊണ്ടായിരിക്കും. ഓഡിറ്റ് നടത്തുന്നത് തന്നെ മാനേജിങ് കമ്മിറ്റി കറക്റ്റായിട്ടാണോ വർക്ക് ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓഡിറ്റൊക്കെ നടത്തുന്നത് തന്നെ. അപ്പോൾ ആ ഒരു ഓഡിറ്റ് നടത്തിയിരിക്കുന്ന ആ ഒരു അതിന് ഡിഫക്റ്റ് കൊണ്ട് ആ സൂപ്പർ സെഷൻ നമ്മൾ സൂപ്പർ സെഡിങ് ദി എക്സിസ്റ്റിംഗ് കമ്മിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഒരു എക്സിസ്റ്റിംഗ് കമ്മിറ്റിയെ സൂപ്പർ സെഡ് ചെയ്യാൻ വരെയുള്ള റൈറ്റ് രജിസ്ട്രാർക്കുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു മേജർ ഡിഫക്റ്റ് ആരെ അറിയിക്കണം, രജിസ്ട്രാറെ അറിയിക്കണം. ഇത്രയാണ് പ്രൊസീജിയർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്നത്. 10 സബ്സെക്ഷനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, ഓഡിറ്റ് മെമ്മോറാണ്ടം. The final steps in the audit process is the preparation of audit memorandum. The audit memorandum summarizes each phases of the audit and give recommendation for changes that will improve the accuracy of the records and profitability of the cooperative society. ഓഡിറ്റ് മെമ്മോറാണ്ടം പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ആ ഒരു ഓഡിറ്റ് മെമ്മോറാണ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ നമ്മൾ ഓഡിറ്റിൽ നടത്തിയിരിക്കുന്ന എല്ലാ ഫേസസും എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ ഒരു സമ്മറിയാണ് ഓഡിറ്റ് മെമ്മോറാണ്ടം. അതിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിക്കുള്ള റെക്കമെൻഡേഷൻ ഉണ്ടായിരിക്കണം. ആ ഒരു റെക്കമെൻഡേഷൻ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആക്യുറസി ഇമ്പ്രൂവ് ചെയ്യാനും അതേപോലെ തന്നെ അവരുടെ പ്രോഫിറ്റബിലിറ്റി ഒക്കെ
ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന റെക്കമെൻഡേഷനും ഓഡിറ്റ് മെമ്മോറാണ്ടത്തിൽ ഡയറക്ടർ എന്ത് ചെയ്തിരിക്കണം, രേഖപ്പെടുത്തിയിരിക്കണം. ദ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ഹാസ് ടു സബ്മിറ്റ് ടു ദ രജിസ്ട്രാർ ആൻഡ് ഓഡിറ്റ് മെമ്മോറാണ്ടം ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് ഫോം സ്റ്റേറ്റിംഗ് ദ ഫോളോവിങ് ആസ്പെക്ട്. ഈ ഒരു ഡയറക്ടർ ഈ ഓഡിറ്റ് മെമ്മോറാണ്ടം രജിസ്ട്രാർക്കാണ് കൊടുക്കേണ്ടത്. ഇനി ഈ താഴെ പറയുന്ന കാര്യങ്ങളെല്ലാം ഓഡിറ്റ് മെമ്മോറാണ്ടത്തിൽ ഈ ഡയറക്ടർ എന്ത് ചെയ്തിരിക്കണം, രേഖപ്പെടുത്തിയിരിക്കണം. എന്തൊക്കെയാണെന്ന് നോക്കാം. Whether the society has maintained books and accounts as per the Act, rules and bylaws. All the points are self-explanatory. അതായത് എല്ലാ ബുക്സ് ആൻഡ് അക്കൗണ്ട്സും കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ, ആക്റ്റും റൂൾസും ബൈലോയും അനുസരിച്ച് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം മെൻഷൻ ചെയ്തിരിക്കണം. ദെൻ വെദർ ദി ബാലൻസ് ഷീറ്റ് ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ട് to by him are in agreement with the books of accounts and returns of the society. അദ്ദേഹം എക്സാമിനേഷൻ നടത്തിയ ഫൈനൽ അക്കൗണ്ട്സും ബാലൻസ് ഷീറ്റും അവിടെ കീപ്പ് ചെയ്തിരിക്കുന്ന ബുക്സ് ആൻഡ് അക്കൗണ്ട്സ് റിട്ടേണുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം അദ്ദേഹം എന്ത് ചെയ്യണം, അതിൽ രേഖപ്പെടുത്തണം. ഇഫ് ദ ആൻസർ ഈസ് നെഗറ്റീവ്, അങ്ങനെ ഒരു മാച്ച് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ആൻസർ എങ്കിൽ റീസൺ ഫോർ ദി സെയിം. Then whether the auditor had obtained all the information and explanation necessary for the purpose of audit. ഓഡിറ്റിൻ്റെ ആവശ്യമായിട്ടുള്ള അദ്ദേഹത്തിന് ആവശ്യമായ എല്ലാ ഇൻഫോർമേഷനും എക്സ്പ്ലനേഷനും കിട്ടിയിട്ടുണ്ട്. സൊസൈറ്റിയുടെ ഭാഗത്തു നിന്നായിരിക്കാം, എംപ്ലോയീസിൻ്റെ ഭാഗത്തു നിന്നായിരിക്കാം, മെമ്പേഴ്സിൻ്റെ ഭാഗത്തു നിന്നിരിക്കാം, അവിടെ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം അദ്ദേഹം രേഖപ്പെടുത്തണം. Then a schedule of transaction which appeared to be contrary to the provision of the Act, rules and bylaws. ആക്റ്റിലെയും റൂളിലെയും ഒക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു കോൺട്രറി ആയിട്ട് വിരുദ്ധമായിട്ട് എന്തെങ്കിലും ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഷെഡ്യൂൾ, ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യണം. ദെൻ അത് അതിൻ്റെ ഒപ്പം അറ്റാച്ച് ചെയ്തിരിക്കണം. ദെൻ എനി മെറ്റീരിയൽ ഇറഗുലാരിറ്റി ഇൻ ദ എക്സ്പെൻഡിച്ചർ ആൻഡ് ഇൻ ദ റിയലൈസേഷൻ ഓഫ് മണി ഡ്യൂ ടു ദി സൊസൈറ്റി. അതായത് എക്സ്പെൻഡിച്ചർ കാണിച്ചിരിക്കുന്നതിൽ എന്തെങ്കിലും ഇറഗുലാരിറ്റി ഉണ്ടോ, സൊസൈറ്റിക്ക് ഡ്യൂ ആയിരിക്കുന്ന മണി റിയലൈസ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഇറഗുലാരിറ്റി ഉണ്ടെങ്കിൽ അതും എന്ത് ചെയ്തിരിക്കണം, മെമ്മോറാണ്ടത്തിൽ മെൻഷൻ ചെയ്തിരിക്കണം. ദെൻ ലാസ്റ്റ്ലി എനി മണി ഓർ പ്രോപ്പർട്ടി ബിലോങ് ടു ദി സൊസൈറ്റി വിച്ച് അപ്പിയർ ടു ദി ഓഡിറ്റ് ടു ബി ബാഡ് ഓർ ഡൗട്ട്ഫുൾ. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ മണി ബാഡ് ഓർ ഡൗട്ട്ഫുൾ ഡെറ്റായിട്ട് ഓഡിറ്റർക്ക് തോന്നുകയാണെങ്കിൽ അതും ഈ പറയുന്ന മെമ്മോറാണ്ടത്തിൽ എന്ത് ചെയ്യണം, മെൻഷൻ ചെയ്തിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് മെമ്മോറാണ്ടത്തിൽ ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ ഓഡിറ്റിൻ്റെ ഫൈനൽ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഈ മെമ്മോറാണ്ടം പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. Then within 6 months of the audit, the director of cooperative audit has to issue the audit certificate to the concerned society. ഈ ഒരു ഓഡിറ്റ് കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ ഈ ഡയറക്ടർ കൺസേൺ സൊസൈറ്റിക്ക് എന്ത് കൊടുക്കണം, ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് കൊടുക്കണം. The society is to publish the same for the information of the members in the notice board of the society. സൊസൈറ്റിയുടെ നോട്ടീസ് ബോർഡിൽ ആ ഒരു സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യുകയും വേണം, പബ്ലിഷ് ചെയ്യുകയും വേണം. അതായത് ബാക്കിയുള്ള മെമ്പേഴ്സിനൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ആ സർട്ടിഫിക്കറ്റ് പബ്ലിഷ് ചെയ്യുകയും ചെയ്യണം. Okay, that's all about the audit procedure of cooperative society. Okay, thank you.